മിനിസ്റ്റർ, ഏതായാലും ഈ ഘട്ടത്തിൽ ഇതിന് ചുക്കാൻ പിടിച്ചതിന് താങ്കൾക്ക് അഭിനന്ദനങ്ങൾ പറയുകയാണ് താങ്കൾ. ഞാൻ ഒപ്പം തന്നെ നന്നായി തുടങ്ങിയാൽ നന്നായി അവസാനിക്കും എന്നൊരു ചൊല്ലുണ്ട്. അത്തരത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കുകയും ചെയ്യാം. പൂരത്തിൽ അതിൻ്റെ മേള വൈവിധ്യമാണോ മനോഹരം, അതോ ആ വെടിക്കെട്ടാണോ അവിസ്മരണീയം എന്ന കാര്യത്തിൽ എപ്പോഴും തർക്കമുണ്ട്. വെടിക്കെട്ടിൽ നിന്നും തുടങ്ങട്ടെ. വെടിക്കെട്ട് അത് ഇത്തവണ നടക്കില്ല. നടക്കുകയാണെങ്കിൽ തന്നെ പേരിനൊരു വെടിക്കെട്ടായിരിക്കും എന്നൊരു ചിന്താഗതി പരക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജനങ്ങൾ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയില്ല. അതൊരു അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിന് വിട്ടുകൊണ്ടാണ് സർക്കാർ അത് അതിജീവിച്ചത്. വെടിപ്പുര എന്ന് പറയുന്ന വെടിക്കെട്ട് പുര അത് വെടിമരുന്ന് ശേഖരപ്പുരയാക്കി കണക്കാക്കാതിരിക്കുന്ന തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെടിക്കെട്ടെല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നിരത്തുക, അതോടുകൂടി വെടിപ്പുര എന്ന് പറയുന്നത് വെടിമരുന്ന് ശേഖരപ്പുര അല്ലാതായി മാറി. അപ്പോൾ ഈ അകലപ്രശ്നം ഇല്ല എന്ന മട്ടിലാണ് ഈ കേന്ദ്ര നിയമത്തെ കേരളം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഹൃദയത്തിലുള്ള ആഘോഷത്തിന് വേണ്ടി മറികടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വർഷങ്ങളായുള്ള ഒരു ആവശ്യമായിരുന്നു സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാൻ അനുവദിക്കണമെന്ന്. അതിൽ റിസ്ക് ഒക്കെ ഉണ്ട്, പേടിച്ചേ അത് ചെയ്യാൻ കഴിയൂ. പക്ഷെ ജനത്തിൻ്റെ നിയന്ത്രണത്തിന്, സ്വയം നിയന്ത്രണത്തിന് വിട്ടുകൊണ്ട് ഇത്തവണ സ്വരാജ് റൗണ്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടി തുടർന്നു കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അവിടേക്ക് എത്തിയത്, എത്രമാത്രം ഫലപ്രദമായി, എത്രമാത്രം സുരക്ഷിതമായി അത് നടപ്പാക്കാം എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ സംഘാടകർക്കും അതിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾക്കും ഉള്ളത്. മിനിസ്റ്റർ, ഇപ്പോൾ NPC സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ സർക്കുലർ അനുസരിച്ച് മുമ്പ് 35 മീറ്റർ അകലെ മാത്രം മതിയായിരുന്നു വെടിക്കെട്ട് നടത്തുന്ന ആളുകൾ നിൽക്കുന്നതെങ്കിൽ അത് 100 മീറ്ററാക്കി മാറ്റിയപ്പോഴാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് വന്നത്. ആ സർക്കുലർ ഇറങ്ങിയപ്പോൾ തന്നെ ബഹുമാനായ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് ഞാൻ കത്തയച്ചിരുന്നു. തൃശ്ശൂർ പൂരം പോലുള്ള ലോകമുറ്റുനോക്കുന്ന പൂരങ്ങളുടെ പൂരം നടക്കണമെങ്കിൽ ഈ സർക്കുലറിൽ കാര്യയോജനമായ മാറ്റങ്ങൾ വരുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു എൻ്റെ കത്ത്. ആ കത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എനിക്ക് മറുപടി തന്നത് അത് പല കമ്മീഷനുകളെ വെച്ച് പരിശോധിച്ചതുകൊണ്ട് അത് നടത്താൻ സാധ്യമല്ല എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കിട്ടിയത്. ഈ മറുപടി വെച്ചതിന് ശേഷം ഞങ്ങളിവിടെ തൃശ്ശൂരിൽ യോഗം ചേരുന്ന ഘട്ടത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും ഈ പ്രശ്നം ചർച്ച ചെയ്തിരുന്നു. ആ വിഷയത്തിൽ എങ്ങനെ അതിനെ മറികടക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇപ്പോൾ NPC സൂചിപ്പിച്ച രൂപത്തിൽ നമ്മൾ ഈ കാര്യത്തിൽ അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാമായും ചർച്ച ചെയ്ത്, ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത്, കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ മറികടക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നിയമോപദേശം നമുക്ക് കിട്ടി. ആ നിയമോപദേശത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ച ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി വന്നപ്പോഴും ചില പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. ആ വിധിയെ മറികടക്കാൻ ഇവിടുത്തെ ദേവസ്വം തന്നെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആനയെഴുന്നള്ളിപ്പുള്ള അവസരവും ഒരുങ്ങിക്കിട്ടി. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കടമ്പകൾ കടക്കുന്ന കാര്യം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് ഈ രൂപത്തിലേക്ക് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനു പുറമെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഏതെങ്കിലും തർക്കങ്ങളോ വെടിക്കെട്ട് സമയം മാറ്റിവെക്കാനോ ഒന്നും ഉള്ളൊരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാലേകൂട്ടി തന്നെ അതെല്ലാം ചർച്ച ചെയ്ത് അളന്നു തിരിച്ച് സ്ഥലം നിജപ്പെടുത്തി ബന്ധപ്പെട്ട രൂപത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം വിന്യസിച്ച് ഏതാണ്ട് ഞങ്ങൾ അവസാനമായി കൂടുമ്പോൾ 4000-ഓളം പോലീസുകാരെ വിന്യസിക്കാൻ ആഭ്യന്തര വകുപ്പ് അനുമതി തന്നു. ആ കാര്യത്തിൽ തീരുമാനമെടുത്ത് നടപടിയായി കഴിഞ്ഞിരിക്കുന്നു, വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഫയർഫോഴ്സ്, എക്സൈസ്, അതുപോലെ റവന്യൂ, മറ്റ് വാട്ടർ അതോറിറ്റി, കോർപ്പറേഷന്, ശുചിത്വ മിഷന്, അതുപോലെ തന്നെ KSEB, അതുപോലെ ട്രാൻസ്പോർട്ട്, ഇങ്ങനെ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ടീം വർക്ക് ഇവിടെ അനിവാര്യമാണ് എന്ന് കണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യേണ്ട കാര്യങ്ങൾ കാലേകൂട്ടി ഞങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. ഓരോരുത്തരും ചുമതല, ആ ചുമതലകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കൃത്യമായി നിർവഹിച്ച് മിനിങ്ങാതെ കൂടുന്ന മീറ്റിങ്ങിൽ അവർ കൃത്യമായി റിപ്പോർട്ട് തന്നു. ഇപ്പോൾ അത് ഇന്ന് രാവിലെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ തീരുമാനിച്ചതുപോലുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം കൃത്യമായി 2 ദിവസങ്ങളുടെയും ഞങ്ങൾ പോയി കണ്ടു. അവരെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിരിക്കുന്നു. തിരുവാമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും പൂർണ്ണ സംതൃപ്തരാണ്. ദേവസ്വം ഭാരവാഹികളുമായി ഇപ്പോൾ സംസാരിച്ചു. കാരണം ഇത്രത്തോളം മുന്നൊരുക്കങ്ങളുണ്ടായ ഒരു കാലഘട്ടം തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും കോർപ്പറേഷനും ഇവിടുത്തെ ജനപ്രതിനിധികളും അതേപോലെ ഇവിടുത്തെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും ഞങ്ങളെല്ലാം ചേർന്ന് നടത്തിയ ടീം വർക്ക്
നല്ല ഫലം കണ്ടു എന്നുള്ളതാണ് പൂരം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള വിവിധ ചടങ്ങുകൾ നടന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ നോക്കുമ്പോൾ ഇന്ന് സായാഹ്നത്തിൽ ഞങ്ങൾ കൃത്യമായി വടക്കുന്നാഥൻ്റെ ക്ഷേത്ര സന്നിധിയിൽ ശ്രീമൂലം സ്ഥാനത്തെത്തി. അവിടെ പ്രത്യേകമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ദാഹജല വിതരണ സങ്കേതം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ആനകളുടെ പരിശോധനകൾ നടക്കുന്നു. ആ കാര്യത്തിൽ ബന്ധപ്പെട്ട ടീമെല്ലാം എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മനോഹരമായി നടക്കേണ്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് നാളെ രാവിലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെറുപൂരങ്ങളുടെ ആദ്യത്തെ വരവാണ്. അത് കണിമംഗലം ശാസ്താവ് എഴുതുന്നത് 5:30 മണിക്ക് പുറപ്പെടും. അത് വെയിലും മഞ്ഞും ഏൽക്കാത്ത രൂപത്തിൽ എത്തിച്ചേരണമെന്നാണ് സങ്കല്പം. ആ സങ്കല്പം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവർ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് 5:30 പുറപ്പെട്ടാൽ 7:30 മുമ്പ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ബാക്കി 7 ക്ഷേത്രങ്ങളിൽ കൂടി ചെറുപൂരങ്ങൾ എത്തിച്ചേരും. അങ്ങനെ 8 ക്ഷേത്രങ്ങളിലെ ചെറുപൂരങ്ങളെല്ലാം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പിന്നീട് പാറമേക്കാവ് അവരുടെ എലഞ്ഞിത്തറ മേളവുമായി അവർ രംഗപ്രവേശം ചെയ്യും. അതുപോലെ തന്നെ തിരുവാമ്പാടി അവരുടെ ആദ്യത്തെ പഞ്ചവാദ്യവുമായി മടത്തിൽ വരവ് തുടക്കം കുറിച്ച് പഞ്ചവാദ്യം കഴിഞ്ഞാൽ പാണ്ടിമേളമാകും. ഈ 2 മേളങ്ങളും ഏതാണ്ട് അവസാനിക്കുന്ന 4:30-5 മണിയോടുകൂടി കുടമാറ്റത്തിന് തുടക്കം കുറിക്കും. 2 ചേരികളിലായി 15 ആന അണിനിരക്കും. അപ്പോൾ അവിടെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, അവിടെ ആലവട്ടവും അതുപോലെ തന്നെ മറ്റ് വെഞ്ചാമരവും എല്ലാമായിട്ടുള്ള പ്രകൃതി മനോഹരമായ രംഗങ്ങൾ ഒരുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ രൂപത്തിൽ കാണികൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായ രൂപത്തിലേക്ക് കുടമാറ്റത്തിന് തുടക്കം കുറിക്കും. ആ കുടമാറ്റം ആണ് ഏറ്റവും നയനമനോഹരമായ രംഗങ്ങൾ എല്ലാവർക്കും ആസ്വാദ്യകരമായ രൂപത്തിലേക്ക് എത്തിക്കുക. ഞാൻ 2 കൂട്ടരുടെയും സമയങ്ങൾ പോയി കണ്ടപ്പോൾ കുട അവർ ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ ഇടവന്നു. അതിമനോഹരമായ ദൃശ്യവിരുന്നുകൾ ഒരുക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള കുടകളാണ് 2 കൂട്ടരും. പുതിയ പുതിയ ആകർഷണകരമായ രൂപത്തിൽ അവരിപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. പല രൂപത്തിലും വിസ്മയം തീർക്കുന്ന രൂപത്തിലായിരിക്കും കുടമാറ്റം നടക്കാൻ പോവുക. ആ കുടമാറ്റം തീർന്ന് ചടങ്ങും കഴിഞ്ഞതിന് ശേഷം വെളുപ്പിനൊരു 3 മണിക്ക് ശേഷമായിരിക്കും NBC സൂചിപ്പിച്ചതുപോലെ വലിയ രൂപത്തിലുള്ള ദൃശ്യ മനോഹരമായ രൂപത്തിലുള്ള വെടിക്കെട്ട് നടക്കാൻ പോവുക. ആ വെടിക്കെട്ട് തന്നെ മത്സരത്തോടു കൂടിയാണ് നടക്കുക. ഇപ്പം സാമ്പിൾ വെടിക്കെട്ട് നടന്നപ്പോൾ തന്നെ ഒരു പൊതു വെടിക്കെട്ടിൻ്റെ രൂപം അതിനുണ്ടായിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്ന വെടിക്കെട്ട് എന്തായിരിക്കും എന്നാണ് കാണികൾ ഇന്നലെ കണ്ടവരിപ്പോൾ സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ പൊതുവിൽ മേളവും കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം ചേർന്ന് പൂരം എല്ലാ അർത്ഥത്തിലും വിസ്മയിക്കുന്ന തരത്തിലേക്ക് കാണികൾക്ക്, പൂരപ്രേമികളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ നിലയിലുള്ള തയ്യാറെടുപ്പുകൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പൊതുവെ അന്തരീക്ഷവും വളരെ സ്വാഗതാർഹമായ, അല്ലെങ്കിൽ വലിയ പ്രകൃതിക്ഷോഭമൊന്നും ഇല്ലാത്ത ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് തൃശ്ശൂരിലുള്ളത്. നാളെയും അങ്ങനെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം.